ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാനൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ആയിട്ടാണ്. അതും നമ്മൾ മിക്സിയിൽ എങ്ങനെ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ ഇതിന് മുന്നേ വെനിലയുടെ ഒരു വിപ്പ് ക്രീം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം ഒത്തിരി പേര് എന്നോട് ചോദിച്ചു ഈ ചോക്ലേറ്റ് വിപ്ഡ് ക്രീമും എങ്ങനെയാണ് മിക്സിയിൽ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അതുമല്ല, അത് നമ്മൾ മുന്നേ എങ്ങനെയാണ് വെനില വിപ്ഡ് ക്രീം ഉണ്ടാക്കിയത് അതേപോലെ തന്നെ, പക്ഷെ കുറച്ച് ചെറിയ ഒരു എക്സ്ട്രാ ഒരു തിങ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഇതിനകത്ത് വ്യത്യാസമുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെയിമാണ് മിക്സിയുടെ കാര്യത്തിലൊക്കെ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ടിപ്പുകളും നിങ്ങൾക്ക് പറഞ്ഞു തരാം, എങ്ങനെ നമ്മൾ മിക്സിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന്. അപ്പം കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെയ്യുമ്പോൾ ശരിയാവണില്ലല്ലോ. അതിൻ്റെ മെയിൻ റീസൺ ഒരു 3-4 മണിക്കൂറോ നമ്മുടെ മിക്സിയുടെ ജാറ് നമ്മൾ ഫ്രീസറിൽ വെച്ച് ഫ്രീസ് ചെയ്യണം. അതൊന്ന്. അതുപോലെ തന്നെ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിപ്ഡ് ക്രീം നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ നമുക്ക് ഫ്രീസറിൽ ഒന്ന് വെക്കാം. അപ്പോൾ അങ്ങനെ ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു പ്രശ്നത്തിനൊരു പരിഹാരം കാണാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ്, നമ്മൾ സിംഗിൾ ക്രീം ഒരിക്കലും ഉപയോഗിക്കരുത്. ഡബിൾ ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം തന്നെ വേണം ഇതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാത്തത് സിംഗിൾ ക്രീമിലൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല, ജസ്റ്റ് അങ്ങ് പിരിഞ്ഞ് പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഹെവി ക്രീം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഡബിൾ ക്രീം, ഹെവി ക്രീം, ഫ്രഷ് ക്രീം, അതപ്പോൾ നല്ല ഫാറ്റ് കണ്ടൻറ്റ് ആയിട്ടുള്ള ഫ്രഷ് ക്രീം അല്ലെങ്കിൽ ഹെവി ക്രീം നിങ്ങൾ മേടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് മിക്സിയുടെ ജാറ് ഞാനൊരു 4 മണിക്കൂറോളം ഫ്രീസറിനകത്ത് വെച്ച് ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലതുപോലെ തണുത്തിരിപ്പുണ്ട്. അപ്പോൾ നമുക്കിത് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട, ഉടനെ പ്രോസസ്സിലോട്ട് കിടക്കാം കേട്ടോ. കാരണം ആ തണുപ്പ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വിപ്പ് ക്രീം ഉണ്ടാക്കണം. അപ്പം ഇതിൻ്റെ ജാറിൻ്റെ അടപ്പ് നമുക്ക് ഫ്രീസറിൽ വെക്കണം എന്നില്ല. ജസ്റ്റ് ആ ജാറ് മാത്രം വെച്ചാൽ മതിയാവും കേട്ടോ, അടപ്പ് വെക്കേണ്ട കാര്യമില്ല. ഞാനിവിടെ ഡബിൾ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിംഗിൾ ക്രീം ഒരിക്കലും എടുത്തേക്കരുത്. നല്ലതുപോലെയുള്ള ഫാറ്റ് കണ്ടൻറ്റ് ഉള്ള ക്രീം തന്നെ വേണം, അല്ലെങ്കിൽ ഫ്രഷ് ക്രീം തന്നെ മേടിക്കണം. നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ അമുലിൻ്റെ ഒക്കെ നല്ല ക്രീമാണ്, നല്ല ഫ്രഷ് ക്രീമാണ്. നിങ്ങൾക്ക് അമുലിൻ്റെ ഫ്രഷ് ക്രീം മേടിക്കാം. അതല്ലെങ്കിൽ തന്നെ പല ബ്രാൻഡുകളുണ്ടല്ലോ. ഞാനിവിടെ ഇപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ഡബിൾ ക്രീമാണ് ഞാൻ മേടിക്കുന്നത്. ഇതൊരു 300 ml ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് കേട്ടോ. അപ്പം ഈ 300 ml കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇതും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഡബിൾ ക്രീം ഞാനൊരു 15 മിനിറ്റോളം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 15 മിനിറ്റ് വെച്ചിട്ടുള്ളൂ, ഒത്തിരി അങ്ങ് അത് കട്ടിയായിട്ട് പോയിട്ടൊന്നുമില്ല. കണ്ടോ, ഇപ്പം ഈ ഒരു ലിക്വിഡ് പോലൊക്കെ തന്നെ ഇരിക്കണേ. അപ്പോൾ ഞാൻ ഈ 300 ml വരുന്ന നമ്മുടെ ഫ്രഷ് ക്രീം അല്ല ഹെവി ക്രീം അല്ലെങ്കിൽ ഡബിൾ ക്രീം എന്നൊക്കെ പറയും, ഈ ക്രീം ഞാൻ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കേട്ടോ. മിക്സിയുടെ ജാറ് വലിപ്പമുള്ള ജാറ് എടുക്കുക. എന്താ പറയുക, അപ്പം എന്നാലാണ് അതിന് കുറച്ച് ഫ്രീ ആയിട്ട് സ്പേസ് ഒക്കെ കിട്ടത്തുള്ളൂ. ഇതിങ്ങനെ അരഞ്ഞു വരും, നല്ലതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് വരും. അതുകൊണ്ടാണ് കുറച്ച് സ്പേസ് നമുക്ക് കൊടുക്കാം. കുറച്ച് ഒരു ഭാഗത്തോളം അല്ലെങ്കിൽ അരഭാഗത്തോളം ജാറിൻ്റെ എടുത്താൽ മതിയാവും. ഇനി ഞാനിവിടെ ഒരു 30 സെക്കൻഡോളം ഹൈ സ്പീഡിൽ നിർത്താതെ ഞാൻ അടിക്കുക കേട്ടോ. ഹൈ സ്പീഡിൽ തന്നെ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാപ്പോൾ ഇവിടെ 30 സെക്കൻഡ് കഴിഞ്ഞു. ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. തുറന്ന് നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല, അത് വിപ്ഡ് ആയിട്ടില്ല ക്രീം. പക്ഷേ ഇത് ഒന്നും കൂടെ നമ്മൾ ഒഴിച്ചതിനേക്കാളും വിട്ട് ഒത്തിരി അങ്ങ് തിക്കറായിട്ടുണ്ട്. ഇപ്പോൾ നോക്കിക്കേ, കണ്ടോ, നല്ലതുപോലെ അങ്ങ് മിക്സായി, നമ്മൾ നേരത്തെ ആദ്യം ഒഴിച്ചേക്കാളും നല്ലതുപോലെ ഒന്ന് തിക്കറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് വേണ്ടിയത് നമുക്ക്. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് നമ്മുടെ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഇടാൻ പോകുന്നത്. അപ്പം ചോക്ലേറ്റ് വിപ്ഡ് ക്രീമിന് മെയിനായിട്ട് വേണ്ടത് കൊക്കോ പൗഡറാണ്. അതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കൊക്കോ പൗഡർ ഞാൻ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ കൊക്കോ പൗഡറാണ് നമ്മുടെ ചോക്ലേറ്റിന് ഫ്ലേവർ കൊടുക്കുന്നത്. ഇനി ചേർക്കുന്നത് ഐസിങ് ഷുഗറാണ്. അപ്പോൾ അത് ഞാനൊരു 2 ടീസ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ എടുക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടിയെടുക്കുക. ഐസിങ് ഷുഗർ എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ പഞ്ചസാര ഒന്ന് മിക്സിയിൽ നല്ലതുപോലെ പൊടിച്ചെടുക്കുക. ഇനി ഞാൻ അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വെനില എസൻസ് ആണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ വെനില എക്സ്ട്രാക്റ്റോ വെനില പൗഡറോ. വെനില പൗഡർ ആണെങ്കിൽ ഒരു 2 നുള്ളൊക്കെ ഇട്ടാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇത് മിക്സിയിൽ നല്ലതുപോലെ ഒരു 40 സെക്കൻഡോളം ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് ബീറ്റ് ചെയ്തെടുത്ത് ചില നിങ്ങളുടെ മിക്സിക്ക് അനുസരിച്ചൊക്കെ മാറ്റം വരും. എനിക്കിപ്പോൾ ഇവിടെ 40 സെക്കൻഡോളം എടുത്തു. ഇത് കഴിയുമ്പോൾ നമുക്ക് പതുക്കെ മനസ്സിലാവും, മിക്സിക്കൊക്കെ അറിയാനൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ കേൾപ്പിച്ചു തരാം. ഇപ്പം കണ്ടോ, ഇപ്പം നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും മിക്സി വളരെ സ്മൂത്തായിട്ട് പോവും.
പെട്ടെന്ന് മിക്സിയുടെ ശബ്ദത്തിലൊരു വേരിയേഷൻ വരും, ഒരു മാറ്റം വരും. കണ്ടോ, അതൊന്ന് ഒരു ബുദ്ധിമുട്ട് കാണിക്കും അടിക്കാനായിട്ട്, കാരണം അതിനകത്തുള്ള വിപ്പ് ക്രീം തിക്കായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റേജിൽ ഞാനത് തുറന്നെടുത്തു. നമ്മുടെ വിപ്ഡ് ക്രീം, ചോക്ലേറ്റ് വിപ്ഡ് ക്രീം റെഡിയാണ്. നല്ലതുപോലെ പീക്ക് ചെയ്ത് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം വേറെ എന്ത് വേണം? ഇത്രയും എളുപ്പത്തിൽ നമുക്ക് മിക്സിയിൽ നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ വിപ്ഡ് ക്രീം എന്ന് ഇപ്പം മനസ്സിലായില്ലേ? അപ്പം എല്ലാവരും ചോദിച്ച ആ ഒരു റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ഇതാണ് നമ്മുടെ ചോക്ലേറ്റ് വിപ്ഡ് ക്രീം. ഇതാണ്, അത് മിക്സിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിനകത്ത് ഒരു 4 മണിക്കൂർ ജാറ് വെച്ചു. അതുപോലെ തന്നെ ഞാനൊരു 15 മിനിറ്റോളം നമ്മുടെ ക്രീം ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചൊന്ന് ഫ്രീസ് ചെയ്തെടുത്തു. അതൊക്കെ കൊണ്ടാണ് ഇത് നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന് കുറച്ചും കൂടെ ഒന്ന് ലിക്വിഡ് ആവണം, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആവണമായിരുന്നു എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഒന്നുമില്ല, ഇത് കുറച്ച് നേരം ഒന്ന് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാവും. ഞാൻ അങ്ങനെയും ചെയ്ത് കാണിക്കാം, അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിന് മുന്നേ ഞാനിതൊന്ന് ഒരു പൈപ്പിംഗ് ബാഗിനകത്താക്കി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുക്കുന്നത് ഇതുപോലത്തെ ഒരു ഐസിങ് സെറ്റാണ് കേട്ടോ. ഇതുപോലത്തെ ഇതെനിക്ക് ഞാൻ ഇവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ മുന്നിൽ തന്നെ ട്രൈ ചെയ്യാമെന്ന് ഓർത്തു. ഇത് നമ്മുടെ നാട്ടിലൊക്കെ നൂലപ്പത്തിൻ്റെ അച്ചൊക്കെ പുറമേന്ന് തള്ളില്ലേ, അതേപോലെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഇട്ടിരിക്കുന്ന നോസിൽ ശരിക്കുള്ള നോസിൽ കറക്റ്റ് അല്ല, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിലേക്കാണ് വരുന്നത്. അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള വിപ്പ് ക്രീം റെഡിയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നോസിലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പം ഇനി വേറൊരു നോസിലിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിപ്പോൾ വേറൊരു നോസിലാണ്, ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ വിപ്പ് ക്രീം നോക്കിക്കേ, എന്നാ ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ ഓർക്കണം, മിക്സിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മിക്സി ഉണ്ടാവും, എല്ലാവരുടെ വീട്ടിൽ പക്ഷേ ഇതുപോലെ ഇലക്ട്രിക് ബീറ്ററൊന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വിഷമിക്കേണ്ട, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവണില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് ഇതെങ്ങനെയാണ് അത് നമുക്ക് ആക്കിയെടുക്കാമെന്നൊന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, വിപ്പ് ക്രീം നല്ല ഭംഗിയിൽ വന്നിട്ടില്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യങ്ങൾ. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോടൊന്ന് അഭിപ്രായം പറയണം. അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള നമ്മുടെ വിപ്പ് ക്രീം എങ്ങനെയാണ് ഇരിക്കണേന്നൊന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഇതാണ് റൂം ടെമ്പറേച്ചറിൽ ഞാനൊരു 10 മിനിറ്റോളം വെച്ചിട്ടുണ്ടാവുള്ളൂ. ആ 10 മിനിറ്റ് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇതും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ സ്പൂൺ എടുത്തിട്ട് നമ്മൾ താഴോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഊർന്ന് പോവരുത് താഴോട്ടേക്ക്. അത് സ്റ്റിഫായിട്ട് തന്നെ ആ സ്പൂണിൽ പറ്റി പിടിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പം അതിനർത്ഥം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 കൺസിസ്റ്റൻസിയിൽ എടുക്കാം. ഒന്ന് നേരത്തെ എടുത്ത പോലെ എടുക്കാം, അല്ലെങ്കിൽ ഇതാണെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വിപ്പ് ക്രീം റെഡിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക, ഞാൻ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.